ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്, പിന്നെ കൊട്ടിയൂർ പോയിട്ടുള്ളൊരു ട്രാവൽ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇപ്പോൾ എൻ്റെ ചാനലിലുണ്ട്. പക്ഷേ എനിക്ക് ഇനിയും വ്യൂസും വേണം, സബ്സ്ക്രൈബേഴ്സിനെയും വേണം. അപ്പോൾ മറക്കാതെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് വീഡിയോ ഇടും ഞാൻ അങ്ങനെ കുറേ ആലോചിച്ചപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മഴക്കാലമൊക്കെ ആണല്ലോ, അപ്പോൾ മഴക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന എന്ത് ഫുഡാണുള്ളത്, അല്ലെങ്കിൽ മെഡിസിനൽ വാല്യൂ ഉള്ള എന്തെങ്കിലും ഫുഡുണ്ടോ മഴക്കാലത്ത് കഴിക്കാൻ പറ്റുന്നത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. അപ്പോൾ തഴുതാമ എന്ന് പറയുന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്ര പേര് തഴുതാമയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. തഴുതാമയ്ക്ക് പുനർനവ എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. തഴുതാമ ഒരു ഔഷധ സസ്യമാണ്. അത് സ്വതവേ നമ്മുടെ വീട്ടിലൊന്നും ആരും അങ്ങനെ വളർത്താറൊന്നുമില്ല. വളർത്തുന്നതിന് കുഴപ്പമില്ല, വളർത്തുകയൊക്കെ ചെയ്യാം, പക്ഷേ സ്വതവേ അത് വീടുകളിൽ അങ്ങനെ കാണാറില്ല. അത് പ്രധാനമായിട്ടും കാണുന്നത് വയലുകളിൽ, റെയിൽവേ ട്രാക്കിൻ്റെ പരിസരത്തുള്ള പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ ചെളിയിൽ, അതും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട കാടുകളിൽ, ഒറ്റപ്പെട്ട പറമ്പുകളിൽ, ഇവിടെയൊക്കെയാണ് ഈ പുനർനവ അല്ലെങ്കിൽ തഴുതാമ എന്ന് പറയുന്ന ഈ ഔഷധ സസ്യം കാണുന്നത്. അപ്പോൾ തഴുതാമ ശരിക്കും 4 തരത്തിലുണ്ട്. പച്ച തഴുതാമയുണ്ട്, വെള്ള തഴുതാമയുണ്ട്, നീല തഴുതാമയുണ്ട്, ചുവപ്പ് തഴുതാമയുണ്ട്. അപ്പോൾ ഈ 4 തരത്തിലുള്ള തഴുതാമയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഇതിൻ്റെ പൂവിൻ്റെ കളറ് നോക്കിയിട്ടാണ്. ഇപ്പം നീല തഴുതാമയാണെങ്കിൽ പൂവ് നീല നിറത്തിലായിരിക്കും, ചുവപ്പ് തഴുതാമയാണെങ്കിൽ അതിൻ്റെ പൂവ് ചുവപ്പ് നിറത്തിലായിരിക്കും. അങ്ങനെയാണ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ചെറിയൊരു പൂവാണ് ഉണ്ടാവുക, വളരെ ചെറിയ ഒരു എന്താ പറയുക, മുക്കുറ്റിപ്പൂവൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ മുക്കുറ്റിപ്പൂവിൻ്റെ ഒക്കെ അത്ര വലുപ്പമുള്ള ഒരു ചെറിയ പൂവാണ് ഈ തഴുതാമയിൽ ഉണ്ടാവുക. ഈ തഴുതാമ ശരിക്കും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അതായത് ഇങ്ങനെ നിലത്ത് പടർന്ന് പന്തലിക്കുന്ന അല്ലെങ്കിൽ നിലത്ത് പടർന്ന് വളരുന്ന ഒരു ഔഷധ സസ്യമാണ് തഴുതാമ എന്ന് പറയുന്നത്. അപ്പോൾ തഴുതാമ കൊണ്ടുള്ള പ്രധാന ഗുണം എന്ന് പറയുന്നത്, തഴുതാമ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളിൽ നിന്നും മോചനം കിട്ടും. അതായത് ഹൃദ്രോഗം, പനി, ചുമ, നീര്, ഇതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ തഴുതാമൻ്റെ വേര് ഉണക്കിയിട്ട് പല കഷായങ്ങളൊക്കെ തയ്യാറാക്കാറുണ്ട്. അങ്ങനെ നമ്മളെ എന്താ പറയുക, ഔഷധ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ വൈദ്യശാലയിൽ നിന്നൊക്കെ കിട്ടുന്ന ചില ഔഷധങ്ങളിൽ, ചില കഷായങ്ങളിലൊക്കെ തഴുതാമയുടെ വേര് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് കുറച്ചും കൂടി അറിവും അനുഭവ സമ്പത്തൊക്കെ ഉള്ള ആൾക്കാർക്കേ ചെയ്യാൻ പറ്റുള്ളൂ, വൈദ്യന്മാർക്കൊക്കെ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തഴുതാമ കൊണ്ട് തോരൻ വെക്കാം. അപ്പോൾ തഴുതാമ കൊണ്ട് എങ്ങനെയാണ് തോരൻ വെക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തഴുതാമ തോരൻ വെക്കാൻ വേണ്ടി തഴുതാമയുടെ ഇലയും തണ്ടുമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ചെറിയ തണ്ട്, ഇളയ തണ്ടും ഉപയോഗിച്ചിട്ട് ആണ് തോരൻ വെക്കുന്നത്. തോരൻ വെക്കുന്ന പ്രൊസീജിയറൊക്കെ നമ്മൾ സാധാ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ്, ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണ്. പക്ഷേ ഈ തഴുതാമയാണ് തോരൻ വെക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ മഴക്കാലത്ത് തഴുതാമ തോരൻ വെച്ച് കഴിഞ്ഞാൽ ചുമയിൽ നിന്ന് ആശ്വാസം കിട്ടും, പനിയിൽ നിന്ന് ആശ്വാസം കിട്ടും, പിന്നെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്കത് ആശ്വാസമാണ്. പിന്നെ നമ്മുടെ ശരീരത്തിലെ നീര്, എക്സസീവ് ആയിട്ടുള്ള നീര് കളയാൻ വേണ്ടിയിട്ട് അത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ തഴുതാമയുടെ തോരൻ എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. തഴുതാമയുടെ ഇലയും ഇളയ തണ്ടുമാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത്. തഴുതാമ ചെടി നിങ്ങൾ കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ മുകളിലെ അറ്റത്തുള്ള കൈകൊണ്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഭാഗമാണ് ഇളയ തണ്ട്. കൈകൊണ്ട് അത് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതാണ് മൂത്ത തണ്ട്. മൂത്ത തണ്ട് ഭക്ഷ്യയോഗ്യമല്ല, ഇളയ തണ്ടും ഇലയും മാത്രമാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് സെപ്പറേറ്റ് ചെയ്ത് വെച്ച ഇലയും ഇളയ തണ്ടും. അരിഞ്ഞു വെച്ച തഴുതാമയിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ഈ ചേരുവകളെല്ലാമാണ് ചേർക്കേണ്ടത്. ആവശ്യത്തിന് തേങ്ങ, 2 പച്ചമുളക്, 10 ചെറിയുള്ളി ചതുക്കിയത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾ.
തഴുതാമ തോരൻ റെഡിയായി കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ.